ഇന്ന് ഓശാന ഞായർ. യേശുക്രിസ്തുവിന്റെ ജെറുസലേം പ്രവേശനത്തെ അനുസ്മരിച്ച് ലോകമെമ്പാടുമുള്ള ക്രിസ്ത്യാനികൾ ഇന്ന് ഓശാന പെരുന്നാൾ ആചരിക്കുകയാണ്. സംസ്ഥാനത്തെ എല്ലാ ക്രൈസ്തവ ദേവാലയങ്ങളിലും രാവിലെ മുതൽ കുരുത്തോല പ്രദക്ഷിണം അടക്കമുള്ള ചടങ്ങുകളും ആരംഭിച്ചിരിക്കുകയാണ്. പ്രാർത്ഥനാപൂർവമായിരുന്നുകൊണ്ട് ഈശോയുടെ പീഡാസഹനത്തെയും കുരിശുമരണത്തെയും ഉത്ഥാനത്തെയും ഒക്കെ കുറിച്ച് ധ്യാനിക്കുകയായിരുന്നു. തിരുവനന്തപുരത്തേക്ക് പോകാം. സുനിൽ ഐസക് വിവരങ്ങൾ നൽകും. സുനിൽ, ഇപ്പോൾ ഓശാന ഞായറാണ്. വിശ്വാസികളൊക്കെ രാവിലെ പള്ളിയിലാണ്. കുരുത്തോള പ്രദക്ഷിണം അടക്കമുള്ള ചടങ്ങുകളൊക്കെ നടക്കുന്നു. പള്ളി കേന്ദ്രീകരിച്ചാണ് രാവിലെയുള്ള ചടങ്ങുകളൊക്കെ എന്തൊക്കെ നടക്കുന്നത്? ഏതൊക്കെ ചടങ്ങുകളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്? സുനിൽ, ജിൽസി, ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ സമൂഹത്തെ സംബന്ധിച്ച് ഇനി വരാനിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വിശുദ്ധ വാരമാണ്. ഇന്ന് ഓശാന ഞായർ. ഇന്നു മുതൽ ഈസ്റ്റർ വരെയുള്ള ഒരാഴ്ച അവരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരാഴ്ചയാണ് കടന്നു പോകാനിരിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ ജെറുസലേം പ്രവേശനത്തെ അനുസ്മരിപ്പിക്കുന്നതാണ് ഓശാന ഞായർ എന്ന് പറയുന്നത്. അതായത് ബൈബിളിലെ പുതിയ നിയമത്തിൽ പറയുന്നത് യേശുക്രിസ്തു കഴുതപ്പുറത്തേറി ജെറുസലേമിലേക്ക് എത്തിയതിന്റെ ഓർമ്മ ആചരിച്ചാണ് അതായത് യേശുക്രിസ്തു ഒരു കഴുതപ്പുറത്തേറി, ഒരു കഴുതക്കുട്ടിയുടെ പുറത്തേറി ജെറുസലേമിലേക്ക് പ്രവേശിക്കുമ്പോൾ യേശുക്രിസ്തുവിനെ ഓശാന വിളികളോടുകൂടി നൂറുകണക്കായി വരുന്ന, ആയിരക്കണക്കിനായി വരുന്ന ജെറുസലേം നിവാസികൾ സ്വീകരിച്ചെന്നും അവരുടെ വസ്ത്രവും മരച്ചില്ലകളും മറ്റുമൊക്കെ വഴിയിൽ വിരിച്ച യേശുക്രിസ്തുവിനെ സ്വീകരിച്ചു എന്നുമാണ് ബൈബിളിൽ പറയുന്നത്. അത് പെസഹായ്ക്ക് ദിവസങ്ങൾക്ക് മുമ്പാണ് അത്തരത്തിൽ യേശുക്രിസ്തുവിന്റെ ജെറുസലേം പ്രവേശനം, അതായത് യഹൂദരുടെ പെസഹായ്ക്ക് 6 ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു ഈ പ്രവേശനം ഉണ്ടാവുന്നത്. എന്തായാലും ക്രൈസ്തവ സമൂഹത്തെ സംബന്ധിച്ച് ഇനി വരാനിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ്. പെസഹ വ്യാഴാഴ്ച, എളിമയുടെ പെസഹ വ്യാഴാഴ്ച, അതിനുശേഷം ത്യാഗത്തിന്റെ ദുഃഖവെള്ളി, പിന്നീട് ദുഃഖ ശനിയാഴ്ച, അതിനുശേഷം ഉയർപ്പിന്റെ പ്രതീക്ഷയുടെ ഒക്കെ ഈസ്റ്റർ. അങ്ങനെ വരാനിരിക്കുന്ന ഒരാഴ്ച എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളാണ്. അതിന്റെ ഭാഗമായിട്ടുള്ള ഓശാന ഞായർ അതിന്റെ ചടങ്ങുകൾ എല്ലാ ദേവാലയങ്ങളിലും സംസ്ഥാന വ്യാപകമായി ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ ഉള്ളത് പാളയം പള്ളിയിലാണ്. പാളയം പള്ളിയിലടക്കം അതിന്റെ ശുശ്രൂഷകളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെ കുരുത്തോലകൾ വെഞ്ചരിച്ച് ആ കുരുത്തോലകളുമായി വിശ്വാസ സമൂഹം കുരുത്തോല പ്രദക്ഷിണം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അല്പസമയം മുമ്പായിരുന്നു കുരുത്തോല പ്രദക്ഷിണം. സംസ്ഥാനത്തെ പല ദേവാലയങ്ങളിലും ഇത്തരത്തിൽ കുരുത്തോല പ്രദക്ഷിണങ്ങൾ നടക്കുന്നു. അത് ചിലയിടങ്ങളിലൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. മറ്റ് ചടങ്ങുകളിലേക്ക്, പള്ളിയിലെ ദേവാലയത്തിലെ ചടങ്ങുകളിലേക്കൊക്കെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കുരുത്തോല വെഞ്ചരിച്ച് അതിനുശേഷം അത് ഭക്തജനങ്ങൾക്ക് വിതരണം ചെയ്യുകയും അതുമായി പ്രദക്ഷിണമായി പോയി പിന്നീട് തിരിച്ച് ദേവാലയത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അവിടെ ദേവാലയത്തിൽ ചടങ്ങുകളൊക്കെ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാഴ്ചക്കാണ് ഇനി ക്രൈസ്തവ സമൂഹം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ആ വിശുദ്ധ വാരത്തിലേക്കുള്ള പ്രവേശനത്തിന്റെ ആരംഭം എന്ന നിലയ്ക്കാണ്, ആ വിശുദ്ധ വാരത്തിലേക്കുള്ള ഒരു പ്രവേശന വാതിലായിട്ടാണ് ക്രൈസ്തവ സമൂഹം ഈ ഓശാന ഞായറിനെ കൊണ്ടാടുന്നത്.